ഇനി മെയിനായിട്ട് വരുന്ന യൂറോ യുഎസ്ഡിയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ലോയാണ് 1.1408 എന്ന് പറഞ്ഞ ലോയാണ് മെയിനായിട്ട് വരുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡിലിനെ. ഹായ് ഓൾ, വെൽക്കം ടു വീക്ക്ലി മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ കഴിഞ്ഞ ദിവസം നമ്മൾ ഗോൾഡിലെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കിയിരുന്നു അല്ലേ. ഇനി മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഗോൾഡിലും യൂറോ യുഎസ്ഡിലും ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ 1 hour ചാർട്ടാണ്. ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നല്ലേ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലെവൽ എത്തിയപ്പോഴേക്ക് നമ്മൾ സെൽ ഓപ്പർച്യൂണിറ്റി അല്ല കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, ബൈ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2-3 ട്രേഡ് കിട്ടിയായിരുന്നു. അത് നമ്മൾ ടെലിഗ്രാമിലും കൊടുത്ത് അത് മിക്ക ആൾക്കാർക്കും അത് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുത്ത് നമുക്കൊരു ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇനി മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൈസ് ഏതൊക്കെ ലെവൽസിലേക്കാണ് മൂവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അറ്റ് ദ മൊമെൻറ്റ് പ്രൈസ് ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് ഫ്രൈഡേ നിന്നിരിക്കുന്നത്. ആക്ച്വലി ഈ നടന്ന വ്യാഴാഴ്ച നടന്നൊരു മൂവ്മെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് ഒരു 30% മാർക്കറ്റ് റീട്രേസ് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അതിനിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡേയിൽ ഉണ്ടാക്കിയ ഒരു ഡേ ക്യാൻഡിലെ ലോയാണ് ഈ മാർക്ക് ചെയ്യുന്നത്, പ്രീവിയസ് ഡേ ലോ. മാർക്കറ്റ് ഇനി അടുത്ത ദിവസം ഈ ഒരു ലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ നോക്കാവുന്നതാണ്. നമ്മൾ നോക്കുന്ന ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 4322 ആൻഡ് 4430 എന്ന് പറഞ്ഞാൽ ഈ 2 ലെവൽസാണ്. ഈ 2 ലെവൽസിൽ വന്നാലും പ്രൈസ് നല്ല രീതിയിലുള്ള സെല്ലിലേക്കുള്ള ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അത് കണ്ടിന്യൂസ് ഒരു 4 hour 2 ക്യാൻഡിൽ നല്ല സെൽ ക്യാൻഡിലാണ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് നല്ല രീതിയിലേക്ക് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഐ തിങ്ക് ഒരു 3900 ആൻഡ് 3800 ആ ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങാനുള്ള ഹയർ പ്രോബിലിറ്റിയാണുള്ളത്. ആൻഡ് അത് ഏത് ദിവസം എത്തുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ലെവൽസിലേക്ക് പ്രൈസ് എത്തുന്നത് വരെ ഒരു ബൈ മാർക്കറ്റിൽ തരുവാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള TPയിൽ നിങ്ങളിത് ക്ലോസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യാൻ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ദിവസം പ്രീവിയസ് ഡേയുടെ ഹൈ ആണ് ഫസ്റ്റ് എടുക്കുന്നതെങ്കിൽ അവിടെ നിന്നൊരു സെൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം. ഒരു ഡേ ലോ വരെ നോക്കാവുന്നതാണ്. അതല്ല ഡേ ലോ ആണ് ഫസ്റ്റ് ഗ്രാബ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഈ കാണുന്നൊരു 4321 ലെവൽ വരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് യൂറോ യുഎസ്ഡിയിലേക്ക് നോക്കാം. യൂറോ യുഎസ്ഡിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഒരു ഡെയിലി ഡിമാൻഡ് ലെവലിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. അതിന് ശേഷം ഇവിടെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് പറഞ്ഞായിരുന്നു ഒരു 1 hour ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ബൈ നോക്കാമെന്നല്ലേ. സോ അതുപോലെ തന്നെ ആ 1 hour ഓർഡർ ബ്ലോക്കിൽ വന്ന് അഗ്രസീവായിട്ടുള്ളൊരു പുഷാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. മാത്രമല്ല ഈ ഹൈ ഒരു 1 hour ക്യാൻഡിലിൻ്റെ ബോഡി വെച്ച് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ആൻഡ് ഈ കാണുന്ന 1.155 എന്ന് പറഞ്ഞ ലെവലിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അൺമിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 4 hour ഓർഡർ ഫ്ലോ ആണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും പ്രൈസ് കണ്ടിന്യൂ ചെയ്ത് പുഷ് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. ആൻഡ് ഈ കാണുന്ന 1.160 എന്നുള്ള ലെവൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് അത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മെയിനായിട്ട് വരുന്ന യൂറോ യുഎസ്ഡിയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ലോയാണ് 1.1408 എന്ന് പറഞ്ഞ ലോയാണ് മെയിനായിട്ട് വരുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡിലിനെ. ആൻഡ് പിന്നെ വരുന്നൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 1.1290 എന്ന് പറഞ്ഞ ലെവലാണ്. സോ ഈ 2 ഏരിയയിലേക്കും വന്നാൽ നിങ്ങൾക്ക് എന്താ അത്യാവശ്യം ഒരു ബൈ സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഇതൊരു ലോങ് ടൈം ബൈയിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു ബൈ കണ്ടിന്യൂഷൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നടക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഈ കാണുന്ന ടാർഗറ്റ് വരെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്, അതായത് 1.160. ആൻഡ് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1.169 എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് സിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് ഒരു അഗ്രസീവ് ഫാളിന് ചാൻസ് ഉള്ള ഏരിയാസാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള റിസ്ക് മാത്രം എടുക്കുക, ഓവർ റിസ്ക് എടുക്കാതെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുക. എപ്പോഴും ഓർക്കുക, ഒരു ട്രേഡ് എടുത്ത് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസവും പിറ്റേ ആഴ്ചയും പിറ്റേ മാസങ്ങളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ദിവസം മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പോൾ ലോസ് വരുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. ലോസ് എല്ലാ ട്രേഡേഴ്സിനും ലോസ് തന്നെ വരുന്നതാണ് അല്ലേ. ഒരാൾക്കും ഫുൾ പ്രോഫിറ്റ് ഉള്ളൊരു ട്രേഡറും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അപ്പോൾ ഉണ്ടാവില്ല. സോ അതിൻ്റെ മാർക്കറ്റിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ആക്സെപ്റ്റ് ചെയ്യുക. ആ പോകുന്ന ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ലോസ് മാത്രം കളയാന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫ്രോം മൈ എൻഡ്. അപ്പോൾ യൂറോ യുഎസ്ഡിയിലും ആൻഡ് ഗോൾഡിലും ഈ കാണുന്ന ലെവൽസിലൊക്കെ നമുക്ക് ഏരിയാസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബൈ ആൻഡ് സെല്ല് നോക്കാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് മൺഡേ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.